ഞാൻ തിരി എടുത്തില്ല. ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നരട്ടി എന്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാച്ചു ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറവ് ഷെഡ് പൊട്ടി. ഒരു പൊട്ടലിന് തന്നെ അവിടെ അങ്ങനെ ആകെ പുകയും മറയൊക്കെ ആയിട്ട് കണ്ണൊന്നും കാണാൻ പറ്റണ്ട. ഈ പൊടി പറക്കലും ഇല പറക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഓടും കഷ്ണം പൊട്ടി വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എനിക്ക് ഓടി. നമസ്കാരം. മാനത്ത് വർണ്ണപ്രപഞ്ചം തീർത്ത് വെടിക്കെട്ട് പ്രേമികളെ ആഹ്ലാദിപ്പിക്കാൻ ജീവൻ പണയം വെച്ച് ജോലി ചെയ്തവർ അവർ 40 പേർ. അതിൽ കുറച്ചുപേർ ഇപ്പോൾ നമുക്കൊപ്പമില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരസ്ഫോടനത്തിൽ മരണം 14 മരിച്ചവരുടെയോ അപകടത്തിൽപ്പെട്ടവരുടെയോ എണ്ണം കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപകട കാരണവും വ്യക്തമല്ല. കനത്ത ചൂട് കാരണമല്ല സ്ഫോടനമുണ്ടായതെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നു. വേനൽ ചൂട് മൂലം സ്ഫോടക വസ്തുക്കൾ തനിയെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കുറവാണെന്നാണ് പെസോ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. വ്യക്തമായ അന്വേഷണത്തിലൂടെയാകും ഇനി കാര്യങ്ങൾ പുറത്തുവരിക. സ്ഫോടനത്തിന് പിന്നിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് അന്വേഷണ ചുമതല. പുതിയ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പുറ്റിങ്ങലിലെ അപകടം അന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥ് പറയുന്നത് പുറ്റിങ്ങൽ അപകടശേഷം നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ചിരുന്നുവെങ്കിൽ തൃശൂരിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ഓരോ ഉത്സവകാലത്തും നാടാഘോഷ ലഹരിയിലാകുമ്പോൾ കരിയും കരിമരുന്നും മൂലമുണ്ടാകുന്ന അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. മനുഷ്യനെ കൊല്ലുന്ന വെടിക്കെട്ട് വേണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം ഈ ചർച്ചയിൽ ശ്രീ ഹരീഷ് വാസുദേവൻ, അഭിഭാഷകൻ, വത്സല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളി, ഡോക്ടർ R വേണുഗോപാൽ പെസോ മുൻ ഉദ്യോഗസ്ഥൻ, ആനന്ദൻ പൂരപ്രേമി, സേവ്യർ ചിറ്റിലപ്പള്ളി MLA എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം വത്സലയിലേക്കാണ്. എന്നെ കേൾക്കാമോ? കേൾക്കണ്ട്. അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ആ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല എന്നറിയാം. ഇന്നലത്തെ ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയമാണോ? ഭയമുണ്ട്, വിഷമമുണ്ട്. എങ്ങനെയാ ആ നിമിഷത്തെ ഒന്ന് ഓർത്തെടുക്കുക? എങ്ങനെയാണ് അവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയത്? അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരു പൊട്ട് കേട്ടപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ നമുക്കറിയാലോ പെട്ടെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ എനിക്ക് ഓടി. വെടിക്കെട്ട് പുരയ്ക്കുള്ളിലായിരുന്നോ പുറത്തായിരുന്നോ ഉണ്ടായിരുന്നേ? പുറത്തായിരുന്നു ഞങ്ങള്. അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയത്. അതെ. ഓടി രക്ഷപ്പെട്ട സമയത്ത് ഒപ്പം സഹോദരിയും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. എങ്ങനെയാ ആ നിമിഷങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് ഈ ആളിക്കത്തുകയായിരുന്നോ? നിങ്ങൾ ആദ്യ ശബ്ദം കേൾക്കുന്നു, ഓടി രക്ഷപ്പെട്ട് മറയും മുമ്പ് തന്നെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു. കത്തണതൊന്നും ഞങ്ങൾ കണ്ടില്ല. അത് വലിയൊരു ശബ്ദം കേട്ടപ്പോൾ പിന്നെ ആകെ പുകയും പൊടിയൊക്കെ ആയിട്ട് ആകെ ഒരു പൊടിയൊക്കെ തൂളിയിട്ട് കണ്ണൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് വലിയ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓടുണ്ടായത്. പിന്നെ എനിക്ക് ഓടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ട് കേട്ടായിരുന്നു. പിന്നെ അവിടേക്കൊന്നും അടുക്കാൻ പറ്റില്ലല്ലോ. അവിടേക്ക് ഒന്നും കാണാനും ഇല്ല, പുകയൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എത്ര നാളായി അവിടെ ജോലിക്ക് പോകാൻ?
ഞാനിപ്പോ ജനുവരിയിലോട്ട് പോയി തുടങ്ങിയതാ. ഒപ്പം ഉണ്ടായിരുന്ന സഹോദരിയും ജനുവരി മുതലാണോ അവിടെ ജോലിക്ക് പോകുന്നത്? ഇല്ല, ആള് ഫെബ്രുവരിയിലാണ് വന്നത്. ഈ ഒരുപാട് റിസ്ക് ഉള്ള ജോലിയാണല്ലോ. പേടി ഉണ്ടായിരുന്നോ ജോലി ചെയ്യുന്ന സമയത്തൊക്കെയും? എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു? ആദ്യമൊന്നും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപകടം പിടിച്ചൊരു പരിപാടിയൊന്നും അല്ലാന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ കുറേശ്ശെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അല്ല, ആരും പറഞ്ഞിട്ടും ഒന്നുമില്ല അല്ലേ? എന്തൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നു? എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ, അന്വേഷിക്കുകയാണ്. നിങ്ങൾ എല്ലാം നിയമപരമായി ഒക്കെയാണോ അവിടെ ചെയ്തിട്ടുള്ളത്? അറിയില്ല, അക്കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ? അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അതിൻ്റെതായ ആവശ്യങ്ങൾ ഇല്ലില്ല, ഒന്നും അറിയില്ല. അവിടെ ജോലിയിലേക്ക് ആദ്യം കൊണ്ടുവരുമ്പോൾ പോലും അത്തരം എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യമായ നിർദ്ദേശമൊന്നും തന്നിരുന്നില്ലേ? ഇല്ലില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങളായി അവർ പണിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാധ്യമങ്ങളൊക്കെ അല്പം മുമ്പ് ഈ അപകടം ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പൊക്കെ വന്ന് നിങ്ങളുടെ പ്രതികരണമൊക്കെ തേടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പാട്ടും ചിരിയും ഒക്കെ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന കണ്ടു. അങ്ങനെയാണോ എല്ലായ്പ്പോഴും? നിങ്ങൾ അത്രയും സന്തോഷത്തിൽ തന്നെ ഒരുമിച്ച് കഴിയുന്നവരായിരുന്നോ? അങ്ങനെയായിരുന്നു. അത് ഉച്ചയ്ക്ക് മുമ്പ് വരെ. പക്ഷെ ഉച്ച തിരിഞ്ഞപ്പോഴല്ലേ സംഭവം ഉണ്ടായത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷമമായി. അതുവരെയൊക്കെ നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പേടിയും വിഷമമൊന്നും ഇല്ലാത്തതാണല്ലോ. എല്ലാവരും കൂടി പണിയുമ്പോൾ അതൊരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേപോലെയല്ല. ഈ ചെയ്യുന്ന ജോലിയുടെ റിസ്കിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആശങ്കപ്പെട്ടിരുന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നല്ലൊരു സുഖം പിടിച്ച പണി പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പോയി തുടങ്ങിയപ്പോൾ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് പേടിക്കേണ്ട വിഷമിക്കേണ്ട ഒരു ആവശ്യം ഒന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് വിഷമായി. അതിൽ ഒപ്പം ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ, അവരിൽ ചിലർ ഇപ്പോൾ ഇല്ല എന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ടുണ്ടോ? വിഷമമുണ്ട് ആ കാര്യത്തിൽ. നമ്മുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾക്കാരല്ലേ, അവർ വിട്ടുപോയപ്പോൾ വിഷമമുണ്ട്. കാണാതായ മനുഷ്യരുണ്ട്, മരിച്ചു എന്ന് സ്ഥിരീകരിച്ചവരുണ്ട്. അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചോ? അതോ അതിന് പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾ? അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. അത് ഞങ്ങൾ പണിയണത് വേറൊരിടത്തിലും അവർ പണിയണത് വേറൊരു സ്ഥലത്തായിരുന്നു. അത് കാരണം അങ്ങനെ തമ്മിൽ കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റിയത് അല്ലേ? അങ്ങനെ ആശ്വസിക്കുകയാണോ ഇപ്പോൾ? അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ നിറയെ മരുന്നൊക്കെ ഇരിക്കണത് തന്നെ. ഒരു തീപ്പൊരി വന്ന് പെട്ടാൽ ഞങ്ങളെ കൂടെ ഒക്കെ കത്തിപ്പോണ്ടതായിരുന്നു. അങ്ങനെ അവിടുത്തെ വന്നില്ല. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്തേക്കൊക്കെ ഈ കരിഞ്ഞ പുല്ലുകളൊക്കെ കത്തിരി ഞങ്ങൾ കണ്ടു ഓടുമ്പോൾ. അങ്ങനെ കത്തി പിന്നെ ഞങ്ങൾ ഓടുമ്പോൾ ഇങ്ങനെ ഒപ്പം വരുമായിരുന്നു. അവിടെയും കുറേ മരുന്നൊക്കെ ഞങ്ങൾ പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്നിലേക്കൊന്നും അപ്പം പിടിച്ച് കണ്ടില്ല. പിന്നെ തിരിഞ്ഞു നോക്കാനൊന്നും പോയില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ ഓടി. അത് കാരണം പിന്നെ അതെന്തുണ്ടായെന്ന് അറിയാൻ പറ്റില്ല. ചേച്ചിക്ക് അറിയുമോ അവിടെ ആ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ദിവസേന അറ്റൻഡൻസോ അല്ലെങ്കിൽ ഇത് രേഖപ്പെടുത്തുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ചില ദിവസമൊക്കെ ചില ആൾക്കാർ കുറയും, ചിലപ്പോൾ കൂടും. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങൾ കാണാറുമില്ല. പലയിടത്തും ഇരിക്കുക കാരണം എത്ര ആളുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരികയിൽ ഒരുമിച്ച് എല്ലാവരും വരില്ല. ഓരോരുത്തർക്കും ഓരോ തരം പണിയാകുമ്പോൾ അവർക്ക് ഒരുമിച്ച്
വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഞങ്ങൾ കാണില്ല. പിന്നെ ഈ പണിയെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ കുറേ വിശ്രമമൊന്നുമില്ല. അപ്പോൾ പണി കഴിഞ്ഞവർ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവരവർ പണിക്ക് പോയിരിക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവർ വരണതും കഴിക്കുന്നതും പോണതും ഞങ്ങൾ കാണാറില്ല. അങ്ങനെ കൃത്യമായിട്ട് ആൾക്കാരെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എത്ര പേരുണ്ടായിരുന്നു എന്നത് കൃത്യമായി അറിയില്ല. ആരാണ് ഈ ജോലിയിലേക്ക് ഇന്നലെ 40 ആൾക്കാരുണ്ടായിരുന്നു പറയണത്. ഈ സതീശനെ അറിയുമോ? പുള്ളിയാണോ അത് ഞങ്ങളുടെ അടുത്തൊരു ബന്ധുവുണ്ട്, അവരോട് അവിടെ അതെ അവരേനൊക്കെ പരിചയമുണ്ട്. ഞങ്ങൾ മുമ്പും പണിക്ക് പോയിട്ടൊക്കെ അവരെ പരിചയമുണ്ട്. അപ്പോൾ അവർ വിളിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. ഇപ്പോൾ ചെയ്തിരുന്നത് ആ ജോലിയാണ്, ഇങ്ങനെ വലിയ ഒരു അപകട മേഖലയിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ആ ജോലി ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ടോ? ഇനി കുറച്ച് വിഷമമുണ്ട്. ഇനി ഒന്നാമതവിടെ ആരും പണിയിപ്പിക്കില്ല. പിന്നെ ഇപ്പം അതിനെപ്പറ്റി ഇപ്പോൾ വിഷമമുണ്ട്. ഇനി അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവില്ല അല്ലേ? ഇല്ല. വീട്ടില് ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായാലും നാട്ടുകാരൊന്നും ഞങ്ങളെ പറഞ്ഞയക്കില്ല. ആദ്യം തന്നെ പോകുമ്പോൾ ഞങ്ങളോട് പോകണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടുകാരെ പിന്നെയും സഹിക്കാം, നാട്ടുകാരാണ് തീരെ പോകാൻ സമ്മതിക്കാണ്ട് നിന്നിരുന്നത്. അവർ ഇപ്പോഴേ പറയണ്ട് ഇനി മേലിൽ അങ്ങനത്തെ പണിക്കൊന്നും പോകരുതെന്ന്. നേരത്തെ അപ്പോൾ നാട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഇല്ലേ, ഇതിന്റെ ഇങ്ങനെ ഈ ജോലിയുടെ അപകടം എന്നത് പറഞ്ഞിരുന്നു? അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അത് ഞങ്ങളതൊന്നും കണക്കാക്കാണ്ട് പോയി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണോ ഇങ്ങനെ ഒരു റിസ്ക് പിടിച്ചൊരു ജോലിക്ക് പോകാനുള്ള കാരണം? അതെ. പണിക്ക് പോയിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിയാം. അപ്പം നമുക്ക് എവിടെയെങ്കിലും പണി ഉണ്ടായി പോകണം എന്നല്ലേ വിചാരം ഉണ്ടാവുക. അതുകൊണ്ടൊക്കെയാണ്. എന്നും ഞങ്ങളുടെ നാട്ടിൽ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് കിട്ടുമ്പോൾ നമുക്കൊരാശ്വാസമല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയല്ലേ പിന്നെ അവിടെ വേറെ വരണതും. അങ്ങനെ പോകുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി ആ ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരോട് സംസാരിച്ചോ? എല്ലാവരും വീട്ടിൽ പറഞ്ഞോ? ഞങ്ങൾ ചേച്ചി, അനിയത്തി, ഒരാങ്ങളെയും ഭാര്യ, അവരെ കുട്ടിയും. ഓക്കെ, ഞാൻ ഒന്ന് തിരിച്ചെത്താം. നമ്മളോടിപ്പോൾ സംസാരിച്ചത് വത്സലയാണ്. ഇന്നലെ ഭാഗ്യം കൊണ്ട് മാത്രം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ തൊഴിലാളിയാണ്. നമ്മളെപ്പോലെ ഉള്ളവരല്ലേ അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുവരെ ഭയമില്ലാതെ ആ ജോലി ചെയ്തു. പക്ഷേ ഇനി അങ്ങനെ പറ്റുമോ എന്നറിയില്ല എന്ന കാര്യമാണ് പറയുന്നത്. ജോലി വേണം, ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഘട്ടത്തിൽ ആ ജോലിക്ക് പോയി എന്ന കാര്യമാണ് വത്സല സൂചിപ്പിച്ചത്. ഒപ്പം സഹോദരിയും അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഇരുവർക്കും ആദ്യ പൊട്ടിത്തെറി കേൾക്കുമ്പോൾ തന്നെ രക്ഷപ്പെട്ട് ഓടാൻ കഴിഞ്ഞു. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ ജീവനോടെയുണ്ട്. പക്ഷേ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോൾ കൂടെയില്ല എന്നത് അവരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ദുഃഖം ഉണ്ട്. അവർക്കിപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നത് ഉൾക്കൊള്ളാനാകാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഓരോ മനുഷ്യരുടെയും അവസ്ഥ. രക്ഷപ്പെട്ട് ഓടിയവർക്ക് പോലും തങ്ങൾക്കൊപ്പമുള്ളവർ എല്ലാം എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ടിലുണ്ട് പ്രദേശവാസികൾ. ഇതിൻ്റെ അപകടം നേരത്തെ വത്സല സൂചിപ്പിച്ചതുപോലെ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രദേശവാസികളെന്ന് പറഞ്ഞിരുന്നു. ആ പ്രദേശവാസികളിൽ പലരുടെയും വീടുകൾ പൊട്ടിത്തകർന്ന നിലയിലാണ്. ജനൽ ചില്ലുകളും മറ്റുമൊക്കെ വീണ് പലർക്കും അപകടം സംഭവിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം രക്ഷപ്പെട്ട മറ്റൊരു തൊഴിലാളി വേലായുധൻ കൂടി ചേരുകയാണ്. എന്നെ കേൾക്കാൻ പറ്റുന്നു എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ആ രക്ഷപ്പെട്ടോടിയ നിമിഷത്തെ ഓർത്തെടുക്കുന്നത് ഇപ്പോൾ? എന്നെ കേൾക്കാമോ? എന്നെ കേൾക്കാമോ ശ്രീ വേലായുധൻ? കേൾക്കാമോ എന്നെ? അവിടെ നിന്ന് അപകടം ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ട ആ നിമിഷമൊന്ന് ഓർക്കാമോ?
ഞങ്ങളവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ലേശത്ത് പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞു. പിന്നെ വേറെയുള്ള പണികൾക്ക് നീങ്ങാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന നേരത്താണ് കുഴിമില്ലിൽ ഒരെണ്ണം വലിയ വന്നിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പം എനിക്ക് ഓടിയായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു ബോധമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ജോലിയായിരുന്നു? ഈ തിരി നിർമ്മിക്കുന്നതായിരുന്നോ? ആ കരിന്തിരി നിർമ്മിക്കുക. അത് മറ്റേ മരുന്ന് വെള്ളത്തിൽ വേറെ ആൾ മുക്കി തരും. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളത് കെട്ട് തീർത്ത് വെയിലത്തിടുക, അത് ഉണക്കി കൊടുക്കുക. എത്ര പേരുണ്ടായിരുന്നു ആ അപകടം നടക്കുന്ന സമയത്ത് കൂടെ? ഞങ്ങളാ നേരത്തൊരു 5-6 പേരുണ്ടായിരുന്നു തോന്നുന്നു. അത്ര ശരിക്കുള്ള കറക്റ്റായിട്ട് ധാരണയില്ല. വെടിപ്പുരയ്ക്കകത്തായിരുന്നോ അതോ പുറത്ത് ഉണക്കാനിടുന്നിടത്തായിരുന്നോ നിങ്ങൾ? ഞങ്ങൾ മരുന്ന് കൂടുന്ന പേരുടെ ബാക്ക് വേസ്റ്റ് തരുന്നു. തണലുള്ളടത്ത് നോക്കിയിട്ടായിരുന്നായിരുന്നു. അവിടെ ആ സമയത്ത് ഏതാണ്ട് 40ഓളം പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും പേരൊക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ട്. അത്ര തന്നെ, നമുക്ക് അത്രയും നിർണ്ണയം കിട്ടണില്ല. അല്ല, ചില ദിവസം അതിൽ കുറയും, ചില ദിവസം കൂടും, അങ്ങനെയൊക്കെയാണ്. എത്ര നാളായി ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 4 മാസമായിട്ടല്ലോ. നമ്മളെ എല്ലാ പണിക്കും പോവുക, കൂലിപ്പണിക്ക് മറ്റുള്ള കൈക്കോട്ട് പണിക്കൊക്കെ പോകണോ. ഇത് അതില്ലാത്തുമ്പോൾ ഇതിന് പോവും. അങ്ങനെയാ. പേടിയുണ്ടായിരുന്നോ ഈ ജോലിയെ കുറിച്ച്? പേടിയുണ്ടായിരുന്നോ പോകുമ്പോൾ? പേടി അങ്ങനൊരു പേടിയില്ല. എനിക്ക് പണി ഇങ്ങനത്തെ അപകടം പിടിച്ച പണി തന്നെയായിരുന്നു ചെറുപ്പത്തിലേ. ഇപ്പോൾ വയസ്സും പ്രായമായി. ഇപ്പോൾ പിള്ളേരെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ലോവാക്കി തെങ്ങേറ്റം കഴിഞ്ഞിട്ടൊക്കെ നിർത്തി കിട്ടിയതായില്ലേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോണു. അങ്ങനെയുള്ള ഒരു ഇത് തന്നെ. എല്ലാവരും ഇപ്പം നമ്മളെ പോലുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ അവിടെ പണിക്ക് വരണേ. അത്ര ഒരു ധൈര്യം. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ജോലിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? മുമ്പ് മറ്റേ നിങ്ങൾ വലിക്കുന്നവരൊക്കെ അവിടെ നിന്നിട്ട് വലിക്കില്ല, വേറെ പറമ്പിൽ പോയിട്ട് എന്നിട്ട് വലിച്ചിട്ട് മുണ്ടൊക്കെ അഴിച്ച് കുടഞ്ഞിട്ടാണ് വന്നിട്ട് പണിക്കിരിക്കുള്ളൂ. അതുപോലെ കരിമരുന്നിലെ പണിയെന്ന് വെച്ചാൽ വീട് വലിക്കുന്നവരുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ നന്നായി കഴുകി വൃത്തിയായിട്ടാണ് അവിടെ ചെന്നിരിക്കുക. ഈ ചൂട് കൂടി അപകടമുണ്ടായി. എങ്ങനെയാ നിങ്ങൾ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുന്നതായിട്ടും കുറച്ച് ദൂരമല്ലേ ഇരിക്കുന്നത്. ആദ്യം എവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഞങ്ങളിരിക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് 3-4 മീറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് പൊട്ടിത്തെറി ഉണ്ടായി. ഒരെണ്ണം പൊട്ടിയത്. അപ്പോൾ ഒരെണ്ണം പൊട്ടിയപ്പോൾ പിന്നെ മണിങ്ങനെ നോക്കാൻ പോയില്ല, ആരെയും നോക്കാൻ പോയില്ല, കൂട്ടി ഞാൻ. അങ്ങനെ ഉണ്ടായി. ഈ പണി തീർന്ന വെടിക്കെട്ടിനുള്ള സാധനങ്ങളും അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ ചെയ്ത് തീർത്ത സാധനങ്ങൾ? അതെ അതെ. ഉണ്ടാക്കാനുള്ളതും ചെയ്തു തീർത്തതും ഒക്കെ ആയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഈ തൃശ്ശൂർ വെള്ളിയാഴ്ച സാമ്പിളാന്ന് പറഞ്ഞ അതിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിനുള്ളത് മാത്രമാണോ അതോ മറ്റ് ആഘോഷങ്ങൾക്കുള്ളതും ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ? തിരുവമ്പാടിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നോ? ഇല്ല, അതന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. പിന്നെ പാർക്കൂട്ടാലിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണല്ലോ തിരുവല്ലാമല. ഇപ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ
ഒക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? അതൊക്കെ അറിഞ്ഞോ, അന്വേഷിച്ചോ? ഞാൻ മനസ്സിനൊരു സുഖം കിട്ടിയിട്ടില്ല സാറേ. അത് കാരണം ഞാൻ ഒരു വഴിക്കും പുറത്തേക്ക് പോയില്ല. അമ്പലം വരെ ഇന്ന് പോയി. അവിടെ ഇപ്പോൾ ആസ്പത്രിയിൽ കിടക്കുന്നവരെ വല്ല വിശേഷം എന്ന് അറിയാം. അത് തന്നെ അങ്ങനെ തന്നെ പോയുള്ളൂ. ഇനി ഈ ജോലി ചെയ്യാൻ പേടിയായിരിക്കും അല്ലേ? പേടി ഇനിയിപ്പോൾ ജോലിക്ക് പോകണ്ട എന്നുള്ള പ്രതീക്ഷയാണ് കണക്കൂട്ടിൽ. വേറെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതിന് പോവാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരൊക്കെ എന്താ പറയുന്നേ? വീട്ടിൽ മകനും മകൻ്റെ ഭാര്യയും 3 കുട്ടികളും. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. നേരത്തെ ഈ പണിക്ക് പോകുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിരുന്നോ? അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ സുഖത്തിലല്ല. എന്നാലിപ്പോൾ നമ്മൾ കണ്ട ആൾക്കാർ പണിയുന്നിടത്തല്ലേ നമ്മൾ പണി തന്നെ. അപ്പം അത് കാരണം കുഴപ്പമൊന്നും പറഞ്ഞില്ല ആരും. നാട്ടുകാർക്കൊക്കെ അവിടെ ഇങ്ങനെ ഈ വെടിക്കെട്ട് പുരകൾ ഉള്ളതിൽ വിഷമം ഉണ്ടായിരുന്നു അല്ലേ? പേടിയൊക്കെ ഉണ്ടായിരുന്നു? ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർക്കൊക്കെ. അത് നിങ്ങളോട് പറയുമായിരുന്നോ? ഇല്ല, നമ്മളതിന് ആൾക്കാരായിട്ട് നമ്മൾ വല്ല ആൾക്കാരായിട്ട് അത്രയധികം വലിയ ബന്ധപ്പെട്ട് ഇതാവാൻ നിൽക്കില്ല. നമ്മളിപ്പോൾ പണിക്ക് ചെല്ലുക, പണിയുക, അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ അവിടുന്ന് പണിയായിട്ട് പോരും. ഞാൻ കിഞ്ഞ് നേരത്തെ പോകണമെന്ന് തോന്നിയാലും ഞാൻ നേരത്തെ പോരും. നമ്മുടെ കാര്യം അത്രേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഈ സൂക്ഷിച്ചിരുന്ന എല്ലാ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഇടങ്ങളിലായിരുന്നു ഈ 12 വെടിക്കെട്ട് പുരകൾ? അത് എല്ലാം 12 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 5 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പറഞ്ഞോ. അപ്പോൾ ഒക്കെ ഓരോന്നിലും ഓരോ സാധനങ്ങളാണ്. എല്ലാറ്റിലും ഒരുമിച്ച് എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പടക്കം വേറെ, ഗുണ്ടുകൾ വേറെ, ഡൈനങ്ങൾ വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് വയ്ക്കാറ്. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വന്നു ഇല്ലേ? പോലീസൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചോ? എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, എന്നോട് അറിയണ കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ജോലി ചെയ്തവരിൽ ഈ രക്ഷപ്പെട്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടോ, സംസാരിക്കുകയൊക്കെ ചെയ്തോ? അങ്ങനെ എത്ര പേര് ഒപ്പമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയോ? എനിക്കൊരു 4-5 ആളെ എന്നൊക്കെ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ. 5-6 ആളെന്നെ കുഴപ്പമില്ലെന്ന് അറിയാം. അവിടെയുള്ള നിങ്ങൾ എല്ലാവരും പരിചയക്കാരും ഒക്കെ ആയിരുന്നു അല്ലേ? ജോലി ചെയ്യുന്ന എല്ലാവരും അറിയാൻ? അതെ അതെ, ഒരു കുടുംബന്മാര് എല്ലാവരുമായിട്ട് കളിച്ച് ചേർത്ത് പണി. എല്ലാവരും ഒരു കുടുംബം പോലെ ആയിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ ഒരു കുടുംബം അതിനുള്ളിലുള്ള നഷ്ടം പോലെയാണ്. ഈ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാനായിട്ടുണ്ടെങ്കിൽ പോലും അല്ലേ, അത്രയും വലിയ നഷ്ടവും വേദനയുമാണ് അനുഭവിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം, ഭാഗ്യം കൊണ്ട് കിട്ടിയ ജീവൻ ഇല്ലേ, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പണിക്ക് പോകില്ല, വേറെ എന്തെങ്കിലും തക്കടത്തരയുടെ പണി കിട്ടിയ അതിന് പോകും. ഇല്ല, ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കണ്ട ശരീരത്തിന് ഒരു കുഴപ്പമില്ല. ചെവി മറ്റേ വലിയ സ്ഫോടന ശബ്ദമൊക്കെ കേട്ടിട്ട് ചെവിക്കൊക്കെ അടുത്തുണ്ടായിരുന്നവർക്കും ഈ അടുത്ത വീടുകളിലുള്ളവർക്കും ഒക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരം ഒരു ആഘാതവും ഇല്ല അല്ലേ?
പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചെത്താം. എന്തായാലും വലിയ ആഘാതം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേലായുധൻ എന്ന് പറയുന്ന അവിടുത്തെ തൊഴിലാളിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ഡോക്ടർ ആർ വേണുഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പെസോ മുൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഡോക്ടർ ആർ വേണുഗോപാൽ, ഇന്നലെ ഈ തൊഴിലാളികളൊക്കെ രക്ഷപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ജോലി ചെയ്തിരുന്നത്, എല്ലാ നിയമങ്ങളും പാലിച്ചിരുന്നു, ഈ വലിയ ചൂടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാകാം ഈ അപകടം സംഭവിച്ചത് എന്നൊക്കെ തൊഴിലാളികൾ ഇങ്ങനെ ഒരു ഊഹം പറഞ്ഞിരുന്നു. പ്രാഥമിക പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പെസോയുടെ തന്നെ ഒരു പ്രാഥമിക നിഗമനം വന്നിട്ടുണ്ട്. അതിൽ ഈ ചൂടൊരു ഫാക്ടർ അല്ല എന്ന് പറയുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ, ഈ അപകടമുണ്ടായ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു മനുഷ്യനിർമ്മിതമായ അപകടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ഒരു ഫാക്ടറി എന്നൊന്നും പറയാനൊക്കത്തില്ല, ഒരു പൊതു ഇടത്തിരുന്ന് എല്ലാവരും കൂടെ കുറച്ച് പടക്കങ്ങളും അതിൻ്റെ സാമഗ്രികളും ഉണ്ടാക്കുന്നു. ഒരു പടക്ക നിർമ്മാണശാലയിൽ ചില നിർദ്ദേശങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൽ SOPs ഉണ്ട്. അതിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. എക്സ്പ്ലോസീവ്സ് റൂൾസ് 2008 പറയുന്ന 18 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് മിക്സിംഗ് ഷെഡിനുണ്ടോ? അവിടെ മിക്സിംഗ് ഷെഡ് പോലും ഇല്ല. ഒരു ടാർപോള പിടിച്ച് കിട്ടി ഒരു റൂം പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഈ മാനുഫാക്ചറിങ് ഷെഡ് അതൊന്നുമില്ല, അങ്ങനെ ഒരു ഷെഡേ ഇല്ല. അവിടെ നിലത്തിരുന്ന് ഒരു ടാർപോയിൽ ഇരുന്ന് കുറേ സ്ത്രീകളും കുറേ ജോലിക്കാരും അവിടെ ഇരുന്നിട്ട് അത് ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണോ ഒരു എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ ഒരു ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ് നടക്കുന്നത്? ഒരിക്കലും. നമ്മൾ ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ സങ്കടകരമായ ഒരു വസ്തു. ഇങ്ങനെയാണോ ഒരു ഫാക്ടറി ഉണ്ടാക്കുക? ഒരു പടക്ക നിർമ്മാണശാലയിൽ ഇത്രയധികം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഇവിടെ ചൂടെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. ഇതിലും വലിയ ചൂടിൽ ഭോപ്പാലിലും ആഗ്രയിലും ഒക്കെ പടക്ക നിർമ്മാണ ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലും വലിയ ടെമ്പറേച്ചറിലൊക്കെ. അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ ഇങ്ങനെ അൺഓതറൈസ്ഡായിട്ട് അൺസേഫ് കണ്ടീഷനായിട്ടുള്ള ഒരു നിർമ്മാണശാലയിൽ അവിടെ പല വിസിറ്റേഴ്സും അവിടെ വന്നു പോകുന്നു. അവരുടെയൊക്കെ ചെരുപ്പുകളിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ഒരു ഗ്രിറ്റ് ആ ഗൺ പൗഡറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസപദാർത്ഥത്തിലേക്കോ അത് വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രിറ്റ് മാത്രം മതി, മണൽത്തരി മാത്രം മതി ഈ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ ഒരു ചാൻസ്. അപ്പോൾ അത് സ്റ്റെം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഫ്രിക്ഷനിൽ നിന്ന് വന്ന ഒരു സ്പാർക്കായിരിക്കാം ഈ അപകടത്തിന് കാരണഹേതു എന്നാണ് ഞാൻ കാണുന്നത്. ഏതായാലും കാരണം എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഈ പാറമേക്കാവിൻ്റെ 2006 ആക്സിഡൻറ്റും ഇതേപോലെയായിരുന്നു. ഇതേപോലൊരു ആക്സിഡൻറ്റാണ് 2006. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും ഞാനായിരുന്നു. അത് കഴിഞ്ഞ് പുത്തുങ്കലിൻ്റെ ഇത് മാനുഫാക്ചറിങ് ഷെഡിലാണ് ഉണ്ടായതെങ്കിൽ പുത്തുങ്കൽ ഡിസ്പ്ലേ സൈറ്റിലാണ്. ഇവിടെ ഏറ്റവും പറയപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഈ പാറമേക്കാവിൻ്റെയോ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ സൈറ്റിൽ ഒരപകടം ഉണ്ടായിട്ടില്ല. കാരണം അവർ വളരെ ജാഗ്രതരായി അവരിയ്ക്കുന്നു, അവരതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ദേ ആർ വെരി സേഫ്റ്റി കോൺഷ്യസ്. ആ സേഫ്റ്റി കോൺഷ്യസോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങൾ അതേ സേഫ്റ്റി കോൺഷ്യസ് എന്തുകൊണ്ട് ഈ മാനുഫാക്ചറിങ് ഷെഡിൽ അവർ ചെയ്തില്ല? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ആ ലൈസൻസ് വരുന്നത് ദേവസ്വത്തിൻ്റെ പേരിലാണെങ്കിൽ ഇത് ഒരു മാനുഫാക്ചറിങ് ലൈസൻസ് ഒരു വ്യക്തിയുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്, ജില്ലാ ഭരണകൂടം. അപ്പോൾ അതിൽ 15 കിലോ ഒരു രാസപദാർത്ഥം ഒരു ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് പ്രിമിസസ് ഇതായിരിക്കില്ല. അവിടെ ജില്ലാ കളക്ടർ കൊടുത്തപ്പോൾ അതിന് ഷെഡ് ഉണ്ടായിരിക്കും, അതിന് വാൾ തിക്നെസ് ഉണ്ടാകും, അതിന് കെമിക്കൽ ലിമിറ്റുണ്ട്, എത്ര മിക്സ് ചെയ്യാം. ഈ മിക്സിങ് തന്നെ രാവിലെ 10:30 മുമ്പ് തീർക്കണം. ടെമ്പറേച്ചർ കൂടുന്നതോടെ റൂൾസ് പ്രകാരം അത് 10:30 ശേഷം ചെയ്യാൻ ഒക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള
കെമിക്കൽ ലിമിറ്റും മാൻ ലിമിറ്റും സേഫ്റ്റി ഡിസ്റ്റൻസും ഒക്കെ തന്നെ 1983 മുതൽ ഈ റൂളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പാലിക്കാതെ ഇഷ്ടം പോലെ ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്ത് അത് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് അത് ആ ഉത്സവത്തിന് അല്ലെങ്കിൽ ആ വെടിക്കെട്ടിന് മുമ്പ് ഒരു ദിവസം മുമ്പോ മാഗസീനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവർ ചെയ്യാറുള്ളത്. ഈ ഇത്രയും പടക്കം ഉണ്ടാക്കി വെച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയധികം ഫയർ ക്രാക്കേഴ്സും വേരിയസ് ടൈപ്സ് ഓഫ് ഫയർ ക്രാക്കേഴ്സ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നു. ആ മാനുഫാക്ചർ ചെയ്ത ഫയർ വർക്ക്സ് അവരപ്പോൾ ഈ മാഗസിൻ ഓരോ പാറമേക്കാവിനും ദേവസ്വത്തിനും തിരുവമ്പാടി ദേവസ്വത്തിനും 2000 കിലോ ഫയർ വർക്ക്സ് സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ അവരത് മാഗസീനിലേക്ക് സൂക്ഷിച്ചിട്ട് മാറ്റിയിരുന്നെങ്കിൽ പോലും ഇത്രയധികം ഈ 14 പേര് മരിക്കുന്ന ഒരു അപകടം ഉണ്ടാവുമായിരുന്നു. തീർച്ചയായും ഇത്രയധികം ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരു ജീവൻ. തീർച്ചയായും ശ്രീ വേണുഗോപാൽ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു പാറമേക്കാവിൻ്റെ നിർമ്മാണ യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ള 2006 ആ അപകടം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ സമാനമായ നിലയിൽ മറ്റൊരു അപകടം ഉണ്ടാവുകയാണ്. നമ്മൾ പരവൂരിലുണ്ടായിട്ടുള്ള അപകടം 110 പേരുടെ മരണം സംഭവിച്ചതാണ്. അതിനുശേഷവും നമ്മൾ ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെയും വിശദമായി ചർച്ച ചെയ്യുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞത് ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ പോലും ഈ അപകടം ഉണ്ടാകില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ അപകടങ്ങളിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇത് മാറുകയാണോ? എന്ന് പറയാനൊക്കത്തില്ല. കാരണം ചില കാര്യങ്ങൾ നോക്കൂ, ഡിസ്പ്ലേ സൈറ്റുകളിലൊന്നും അപകടങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതിൽ കാരണം 2024 പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് ഡോക്ടർ AK യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷന് ഞാൻ അംഗമായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുകയും അത് എക്സ്പ്ലോസീവ്സ് റൂൾസിൽ അത് ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫയർ വർക്ക്സ് ഡിസ്പ്ലേ സൈറ്റിൽ വളരെ സ്ട്രിക്റ്റായ കണ്ടീഷൻസ് കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ ജില്ലാ മജിസ്ട്രേറ്റും റിസ്ക് അസസ്മെൻറ്റ് ചെയ്യണം. അതിൽ ഓരോ പ്രവർത്തനങ്ങളും ആ വെടിക്കെട്ടിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാൻ ആളുകളുണ്ടായിരിക്കണം. അവർ പെസോയിൽ നിന്നും ലൈസൻസ് എടുത്തിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാഗസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ അതെല്ലാം വന്നു കഴിഞ്ഞു. അത് പുത്തുങ്കലിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അതുപോലെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ടും അവരത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും ആ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി അടുത്ത എക്സ്പ്ലോസീവ് റൂൾസിൻ്റെ അമെൻമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ശക്തമായ ഒരു നടപടിക്രമം ഉണ്ടാവും. അത് ഈ അപകടങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കണം, ഈ 2 റിപ്പോർട്ടുകളും ഡിസ്പ്ലേ സൈറ്റിലുള്ള ആക്സിഡൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് ഈ പുതിയ എൻക്വയറി കമ്മീഷൻസ് വരുമ്പോൾ അത് വരുന്നത് മാനുഫാക്ചറിങ് സൈറ്റിലുണ്ടായ ആക്സിഡൻറ്റിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ആ റിപ്പോർട്ടും ഈ എല്ലാ റിപ്പോർട്ടുകളിലും ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമം വരിക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. തീർച്ചയായും. ദയവായി എന്നോട് ഒപ്പം തുടരുക, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, ഇപ്പോഴും ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്ര എന്നത് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. എങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് 14 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഈ നിമിഷം വരെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതിലൊരു കൃത്യമായ വിവരം ഉണ്ടോ? കാണാതായവർ എത്ര പേർ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? മരണസംഖ്യ ഇപ്പോൾ 10 പേരാണ്. അതിൽ 9 പേരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ബോഡി നമുക്ക് വിട്ടുകൊടുക്കാനായി. ഒരു ബോഡി നമുക്ക് DNA ടെസ്റ്റിലൂടെയാണ് നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയുക. കുറേയേറെ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഇൻക്വസ്റ്റ് നടത്തിയവയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത്
വീണ്ടും DNA ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ ഇപ്പോൾ 10 പേര് മെഡിക്കൽ കോളേജിലുണ്ട്, 2 പേര് എലൈറ്റിലുണ്ടായിരുന്നു, നേരത്തെ 3 പേരെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. അതിൽ തന്നെ ഒരു 3 പേരുടെ നില കുറച്ച് ഗുരുതരാണ്, 2 പേര് വെൻറ്റിലേറ്ററിലാണ്, ബാക്കി 6 പേര് ഇപ്പോൾ വാർഡിലാണ് കഴിയുന്നത്. ഏകദേശം 10 കൂടുതൽ പേർ വീടുകളിൽ സേഫായിട്ട് എത്തിയതായിട്ടുള്ള വിവരമുണ്ട്. കുറച്ച് പേര് കൺട്രോൾ റൂമിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നവരെയാണ് ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. DNA പരിശോധനയിലൂടെ കൂടി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ്. ഉണ്ടായിരുന്ന നമ്പർ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. 30 മുതൽ 40 വരെ എന്ന ഒരു പൊതു സംഗതിയിലാണ്. ഇപ്പോൾ 34-35 പേരെ നേരത്തെ പറഞ്ഞ നമ്പറുകളിലായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സാഹചര്യം. തെരച്ചിലവിടെ തുടരുകയാണ്. ശരീര അവശിഷ്ടങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ അവിടെ തുടരുന്നുണ്ട്. നേരത്തെ തൊട്ടടുത്തുള്ള കിണറുകളിലോ അല്ലെങ്കിൽ കുളങ്ങളിലോ അപ്പുറത്തെ തോട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ക്യൂബ ടീം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചും ഡോഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെ, അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ, അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ്, എല്ലാ വിധത്തിലുള്ള വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ വ്യത്യസ്ത ടീമിനെ വെച്ച് അവിടെ 40ഓളം വരുന്ന പോലീസുകാരുടെ ഗാർഡ് ഇപ്പോൾ ആ നിലയിലുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ആർ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ വിരുദുനഗറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടവും ഇതുപോലെ നിർമ്മാണ യൂണിറ്റിലുണ്ടായ അപകടമാണ് ഇവിടെയും ഇപ്പോൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മാർഗനിർദ്ദേശങ്ങളും വരുമ്പോൾ ഈ ഇടങ്ങളിൽ കൂടിയുള്ള സേഫ്റ്റി നമുക്ക് ഉയർത്താൻ പറ്റുമെന്നൊരു സാധ്യത താങ്കൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തരം തീക്കളികൾ ഉള്ള മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്ന ആഘോഷങ്ങൾ വേണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഓരോ അപകടങ്ങളുടെയും സമയത്ത് നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തും. പക്ഷേ ഇതൊന്നും പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ താങ്കളുടെ നിർദ്ദേശം എന്താണ്? വളരെ സേഫ്റ്റി മാർഗങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ നമുക്ക് തുടർന്ന് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. പല ഉദ്യോഗസ്ഥരും രഹസ്യമായൊക്കെ ഈ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടി വരുന്നു എന്ന കാര്യങ്ങൾ പോലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. നമുക്കിവിടെ ലാൻഡ് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് സേഫ്റ്റി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ പെസോയുടെ ലൈസൻസ് 2 എണ്ണേ ഉള്ളൂ, നിങ്ങൾക്കറിയോ. ബാക്കി എല്ലാം തന്നെ ജില്ലാ കളക്ടറുടെ ലൈസൻസാണ്. എന്തുകൊണ്ട്? 15 കിലോ ലൈസൻസിൽ ഉള്ള ആ ലിമിറ്റേഷൻസ് വെച്ച് അവരൊരു തട്ടിക്കൂട്ട് പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിനെയെല്ലാം ഈ ചെറുകിട ഫാക്ടറികളെയെല്ലാം തന്നെ കഴിഞ്ഞ 2016 ഞാൻ അന്നത്തെ അഗ്രികൾച്ചർ മന്ത്രിയായിരുന്നു സുനിൽകുമാറിന് ഞങ്ങൾ ഒരു ഡിസ്കഷനിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുകയുണ്ടായി. അതായത് ഒരു ഫയർ വർക്ക്സ് പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരു 50 ഏക്കർ സ്ഥലത്ത് ഈ ഫയർ വർക്ക്സ് പാർക്ക് ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് ഈ ചെറുകിട പടക്ക നിർമ്മാണങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുക. കാരണം ഓരോ ഫാക്ടറിക്കും 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 3-4 ഫാക്ടറിയെ ഈ വരത്തുള്ളൂ. അത് ഇവിടുത്തെ ഈ പടക്ക നിർമ്മാണ കമ്പനി ഈ വ്യവസായത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ റോ മെറ്റീരിയൽ എത്തുന്നത് മുതൽ ക്വാളിറ്റി കൺട്രോള്, സേഫ്റ്റി ഡിസ്റ്റൻസ് എൻഷുർ ചെയ്യുന്നു. നല്ല സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ വർക്കേഴ്സൊക്കെ തന്നെ അവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വർക്കേഴ്സായിരിക്കും. കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ ഏറ്റവും നല്ല സ്കിൽഡ് വർക്ക്, ഫയർ വർക്ക്സിലെ ഏറ്റവും ക്രാഫ്റ്റ്സ്മാൻഷിപ്പുള്ള ആളുകളാണ് കേരളത്തിലെ ജോലിക്കാർ. ഇതൊന്നും തന്നെ വേറെ ഒരിടത്തും ഈ നമ്മുടെ അമുട്ടുകളോ നമ്മുടെ ഓരോരോ
പടക്ക സാമഗ്രികളില്ല, വേറെ ഒരിടത്തും ഉൽപ്പാദിപ്പിക്കുന്നില്ല, ലോകത്തൊരിടത്തുമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ വേറിട്ടൊരു പടക്കങ്ങളാണ് ഇവിടുത്തെ കേരളത്തിൽ. ആ തനിമ നിലനിർത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തു നിന്നും ഈ പടക്ക നിർമ്മാണശാലകളെ മാറ്റി ഈ 50-60 ഏക്കർ സ്ഥലത്ത് ഫുള്ളി വാളിലെല്ലാം കെട്ടി അവർ സുരക്ഷിതമായിട്ട് 45 മീറ്റർ ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു ഫാക്ടറിയിലേക്ക് സേഫ്റ്റി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ അങ്ങനെയുള്ള അവരുടെ എല്ലാ യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിൽ, കേന്ദ്ര സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ യോജിച്ചുള്ള പ്രവർത്തനത്തിൽ ഈ വ്യവസായത്തെ ഒരു മാറ്റി ഒരു പുതിയൊരിടത്തിലേക്ക്, പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാതെ ഈ വ്യവസായം ഇങ്ങനെ പോവുകയാണ്. ശ്രീ ആർ വേണുഗോപാൽ, നോക്കൂ, ഈ കുണ്ടന്നൂരിലെ ഫയർ പാർക്ക് എന്ന ഒരാശയം അത് 2016 തന്നെ മുന്നോട്ട് വെക്കപ്പെട്ടതാണ്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അതിൽ ഇപ്പോഴും ആലോചനകൾ നടക്കുന്നു എന്നല്ലാണ്ട് ഒരു സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത്തരം ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകാത്തത്? ഇപ്പോൾ ഒരു ആഘോഷക്കാരെയും പിണക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് അനധികൃതമായി ഇതൊക്കെ നടന്നോട്ടെ എന്ന് കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടെ ഉണ്ടാകുന്നത്, രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുന്നത്. അവർക്ക് ഇത് സുരക്ഷിതമായി നടത്താനുള്ള ഇനിഷ്യേറ്റീവ് എന്തുകൊണ്ടില്ല എന്ന് ഒരു ചോദ്യമുണ്ടല്ലോ. അല്ലല്ല, അന്നത്തെ മിനിസ്റ്റർ AC മൊയ്തീനും ശ്രീ സുനിൽകുമാറും ഒക്കെ എൻ്റെ ആ നിർദ്ദേശത്തോട് വളരെ നല്ല അഭിപ്രായമാണ് കാണിച്ചു വെച്ചത്. അവർ ലാൻഡ് പ്രൊക്യൂർമെൻറ്റിനുള്ള ഹിക്കപ്സാണ് അവിടെ വന്നിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ആ ലാൻഡിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് അതിനെക്കുറിച്ച്. പക്ഷേ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഗവൺമെൻറ്, അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റും ഇതിനെ പിന്തുടർന്ന് അതിനെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയുണ്ടായില്ല. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ നമ്മളിത് ചിന്തിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ഈ ഇനിഷ്യേറ്റീവ് ഒന്ന് മുൻകൂട്ടി എടുത്താൽ ഈ ജനസാന്ദ്രമായ സ്ഥലങ്ങളിലുള്ള ഈ ഫയർ വർക്ക്സ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നിർത്തിവെക്കാനൊക്കും. കേരളത്തിൻ്റെതായ തനിമയുള്ള കേരളത്തിൻ്റെ പടക്കങ്ങൾക്ക് ഒരു വിപണി നമുക്ക് വെളിയിലും കണ്ടെത്താം. സുരക്ഷിതമായ ഒരു പടക്കം അല്ലെങ്കിൽ ആരും വാങ്ങിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. ഒരു അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ എത്ര കുടുംബങ്ങളെ അത് ദുഃഖത്തിൽ ആഴ്ത്തുന്നു എന്ന് ഈ ഫെസ്റ്റിവൽ നടത്തുന്നവരും ഈ മാനുഫാക്ചറേഴ്സും എല്ലാം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. തീർച്ചയായും. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം നേരത്തെ സംസാരിച്ച രക്ഷപ്പെട്ടെത്തിയ തൊഴിലാളികൾ പറയുന്നു അവരോട് പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പോലും നൽകിയിട്ടില്ല ഈ ജോലിക്ക് പോകുമ്പോൾ എന്നതാണ്. മറ്റ് ജോലി കിട്ടിയില്ല, അപ്പോൾ ഇതിന് പോകുന്നു, തങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടുന്നതിനെക്കുറിച്ചോ പോലും ഒരു അവയർനെസ്സും അവർക്ക് കൊടുത്തിട്ടില്ല എന്നതാണ് അവർ തന്നെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാറാൻ ഇത് വളരെ റെസ്പോൺസിബിളായിട്ട് ചെയ്യാൻ ഈ നിർദ്ദേശങ്ങളൊക്കെ ഉപകാരപ്പെടും. ഞാൻ ഒരു അതിഥിയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ആനന്ദൻ, അദ്ദേഹം ഒരു പൂരപ്രേമിയാണ്. ആനന്ദൻ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് നാളെ ആയിരിക്കും വിശദമായിട്ടുള്ള ആലോചനകൾ നടക്കുക. സർക്കാർ എടുത്തുചാടി ഒരു തീരുമാനത്തിനില്ല. സർക്കാർ എന്ത് തീരുമാനിക്കുന്നോ അല്ലെങ്കിൽ പൊതുവായി എന്ത് തീരുമാനം വരുന്നോ അത് അംഗീകരിക്കാമെന്ന് തിരുവമ്പാടിയും പാറമേക്കാവും പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു പൂരപ്രേമി എന്ന നിലയിൽ താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു പൂരപ്രേമി എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം സുരക്ഷിതമായി നടത്തപ്പെടണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. അതിനോടൊപ്പം തന്നെ പൊതുജനത്തിന്റെ ജീവനും സുരക്ഷിതത്വം അതിന്റെ ഒരു പ്രധാന മാനദണ്ഡമാണ്. അതിനൊക്കെ വേണ്ട നിയമപരമായിട്ടുള്ളതും അതിന്റെ പറയുന്ന വ്യവസ്ഥകളിലൂടെയും കൃത്യമായി പാലിച്ചതുകൊണ്ട് ഇതെല്ലാം സുരക്ഷിതമായും വളരെ ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണെന്ന് ഞാൻ. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, നാളെ ആണ് പ്രധാനപ്പെട്ട ആ യോഗം ചേരുക. നേരത്തെ തന്നെ കോടതിയുടെ അനുമതി അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ എടുത്തുചാടി ഒന്നും ചെയ്യാനില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളുണ്ടോ? പൂരം എല്ലാ തവണത്തെയും പോലും നടത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അതോ ചടങ്ങ് മാത്രമാക്കി വെട്ടിച്ചുരുക്കുക എന്നതിനായിരിക്കും ഒരു പ്രാമുഖ്യം നൽകുക ഇത്രയധികം മനുഷ്യരുടെ മരണം സംഭവിച്ച ഒരു സാഹചര്യത്തിൽ? ഇന്നിപ്പോ 2 ദിവസം ഞാൻ തിരിച്ചെത്താം. സേവ്യർ ചിറ്റിലപ്പള്ളി, സോറി. നാളത്തെ മീറ്റിംഗ് ആണല്ലോ. മീറ്റിങ്ങിന് ശേഷം
ആവശ്യമായ ഡിസിഷൻസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കൂടി മുൻകൈയെടുത്ത് വിളിച്ചിട്ടുള്ള മീറ്റിംഗാണ്. നേരത്തെ കഴിഞ്ഞ തവണത്തെ പൂരം നടത്തുന്നതിന് വേണ്ടി നമുക്ക് നേരത്തെ വിളിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ തടസ്സം പിന്നീട് കോടതിയുടെ പ്രത്യേക ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായി നാളെ നടക്കുന്ന മീറ്റിങ്ങിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ കൂടി ഡിസ്കഷന് വിധേയമാക്കി ആവശ്യമായ തീരുമാനങ്ങളിലെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പാറമേക്കാവിൻ്റെ നിർമ്മാണ യൂണിറ്റിലും അനധികൃതമായിട്ട് സാധനങ്ങൾ സൂക്ഷിച്ചു എന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി നാളത്തെ ചർച്ചയിൽ ഉയർന്നു വരുമായിരിക്കും അല്ലേ? ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. കേൾക്കാമോ? അല്ല, പൊതുവിൽ ഉള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച വരുമല്ലോ. പൂര നടത്തിപ്പിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച വരും. ശരി, ആ സാഹചര്യങ്ങൾ കൂടി സാഹചര്യത്തിൽ എല്ലാവരും അവരുടേതായ ഒരു ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട്. കണ്ട ഡിസ്കഷൻ ഉണ്ടാവും. ശരി, ശ്രീ ആനന്ദൻ, താങ്കൾ ഇപ്പോൾ ഡോക്ടർ ആർ വേണുഗോപാൽ സംസാരിച്ചത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പെസോ മുൻ ഉദ്യോഗസ്ഥനാണ്. മുഴുവനായിട്ട് കേട്ടില്ല, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകി. കുറച്ച് നെറ്റ് ഇഷ്യൂന്റെ സാറ് പറഞ്ഞ കുറച്ച് ഞാൻ കേട്ടു. സാർ വളരെ പോയിന്റുകൾ കൃത്യമായിട്ട് സൂചിപ്പിച്ചു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായി ഈ ആഘോഷങ്ങൾ നടത്തണം, വെടിക്കെട്ടോടുകൂടി തന്നെ നടത്തണം എന്നതാണ് ഒരു പൂരപ്രേമി എന്ന നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ വ്യത്യസ്തത തേടി കൂടുതൽ ഈ വർണ്ണാഭമാക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നു, കൂടുതൽ അളവിൽ ഇത് നിർമ്മിക്കുന്നു, നിയന്ത്രണങ്ങൾ മറികടക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെല്ലാം കാരണം ഈ പൂരപ്രേമികൾ ആഗ്രഹിക്കുന്നത് നിറവേറ്റി തരിക എന്ന വലിയൊരു സമ്മർദ്ദമാണ്. അല്ല, ഇതിലെ ഒരു പൂരപ്രേമികൾ എന്ന് പറയുമ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് ഇത് ഈ ഉത്സവങ്ങളും നമ്മളുടെ ഈ സംസ്കാരവും ഈ കാര്യങ്ങളെല്ലാം നിലനിന്ന് പോകണം, അതോടൊപ്പം തന്നെ സുരക്ഷിതത്വവും ഇതിന്റെ ഒപ്പം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ നിയമപരമായും അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇതൊക്കെ നിലനിന്ന് പോകണം എന്നുള്ള പക്ഷക്കാരാണ് ഭൂരിഭാഗവും. അതില് ഇത് എന്തൊക്കെ സംഭവിച്ചാലും സുരക്ഷിതത്തിനും ഇതിനൊന്നും മുൻതൂക്കം കൊടുക്കാതെ ഇതിന്റെ ശബ്ദം മാത്രം കൂട്ടണം, ഇതൊരു വളരെ ഹൊറിബിൾ ആയിട്ടുള്ള രീതിയിൽ പൊട്ടിക്കണമെന്ന് ആഗ്രഹക്കാർ വളരെ കുറവാണ്. അവരെയാണ് കൂടുതലെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ അല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. ഭൂരിപക്ഷം ആൾക്കാർ പൂരപ്രേമികളും ഈ ഉത്സവ കമ്മിറ്റിക്കാരും ഇതെല്ലാം സുരക്ഷിതമായി നടത്തണം, എല്ലാ നിയമപരമായും ഇതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തപ്പെടണം എന്നുള്ള പക്ഷക്കാർ തന്നെയാണ്. അതിന് തന്നെയാണ് വേണ്ടത്. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. നേരത്തെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് പുര അനധികൃതമായ സൂക്ഷിച്ചു എന്ന രീതിയിൽ അത് സീൽ ചെയ്തു എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ അതല്ല, ഇത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ വിഷയത്തില് ഇത് പാറമേക്കാവ് ഇതിന്റെ ഒരു ഭാഗമാണ്. പാറമേക്കാവ് പൂരത്തിന് പാറമേക്കാവൻ സ്വാഭാവികമായിട്ടും വെടിക്കെട്ട് നടത്താനായിട്ട് അവരുടെ സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ സൂക്ഷിച്ച സാധനങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ വന്ന് അത് പൂട്ടും, അത് സീൽ ചെയ്യും എന്നുള്ള ഉറപ്പാണ്. ആ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള വസ്തുക്കൾ അവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടല്ല. ഇതിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. സംഭവിച്ച തിരുവമ്പാടിയിലാണെങ്കിൽ പടക്ക നിർമ്മാണശാല സന്ദർശിച്ച തഹസിൽദാർ അവിടെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ട് പരിശോധനയിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്.
പരിസര പോരായ്മകളോ എന്തെങ്കിലും ഈ അനധികൃതമായ സാധനങ്ങൾ സൂക്ഷിച്ചു എന്ന രീതിയിൽ നേരത്തെ അളവിൽ അനുവദനീയമായതിലും അളവിൽ വെടിമരുന്ന് സൂക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വന്നത്. അളവിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഇതിനെ ഈ പറയുന്ന അനധികൃതമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടെന്നുള്ളത് അത് തിരുത്തപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അനധികൃതമായ അളവിൽ അവിടെ ഈ വെടിമരുന്ന് സൂക്ഷിച്ചു എന്നത് കണ്ടെത്തിയതിനെ കുറിച്ചാണ്. അതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് കണ്ടെത്തി അത് നേരിട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ ക്ലാരിറ്റി 2 ദിവസങ്ങളും നാളെ അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരിക്കും. കൊടുത്ത് അതിന്റെ തീരുമാനങ്ങൾ നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി. എന്തായാലും നാളെയാണ് ആ പ്രധാനപ്പെട്ട യോഗം നടക്കാനിരിക്കുന്നത്. എങ്ങനെ തൃശൂർ പൂരം വേണം എന്നത് നമുക്കറിയാം. 14 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ചടങ്ങുകൾ മാത്രമാക്കി അത് ഒതുക്കാനുള്ളൊരു പൊതു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറം ഏതെങ്കിലും ആഘോഷങ്ങൾ വേണമോ എന്നതൊക്കെ നാളത്തെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. എന്തായാലും സർക്കാർ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നൊരു നിലപാട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മനുഷ്യനെ കൊല്ലുന്ന വെടിക്കെട്ട് വേണമോ എന്നതായിരുന്നു നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. വേണമെന്ന് പറയുന്നത് 16% മാത്രമാണ്. വേണ്ട എന്ന് പറയുന്നവരാണ് കൂടുതൽ. 80% പേരും ഇങ്ങനത്തെ ആഘോഷങ്ങൾ വേണ്ട എന്ന് പറയുന്നു. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. വളരെ നന്ദി അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.